നഗരിയെ പിടിച്ചുകുലുക്കിയ സംഭവമായിരുന്നു ബി.ജെ.പി. കോർപ്പറേഷൻ കൗൺസിലറായിരുന്ന തിരുമല അനിലിന്റെ ആത്മഹത്യ. ഈ ദാരുണമായ അന്ത്യം വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയിലെങ്കിലും പ്രധാന ചർച്ചാ വിഷയമാകുമെന്ന മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബി.ജെ.പി. മുൻ സംസ്ഥാന വക്താവ് എം.എസ്. കുമാർ. അനിലിന്റെ മരണത്തിന് പിന്നിൽ പാർട്ടിക്കാർക്ക് ഉൾപ്പെടെയുള്ള ഒരു സഹകരണ സംഘത്തിലെ സാമ്പത്തിക ക്രമക്കേടുകളും ബി.ജെ.പി. നേതൃത്വത്തിന്റെ നിസ്സംഗതയുമാണെന്ന് എം.എസ്. കുമാറിന്റെ പ്രധാന ആരോപണം. എം.എസ്. കുമാർ പങ്കാളിയായ സഹകരണ സംഘത്തിൽ നിന്ന് വായ്പ എടുത്തവരിൽ 70% പേരും ബി.ജെ.പി. പ്രവർത്തകരോ നേതാക്കളോ ആണെന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് അദ്ദേഹം പുറത്തുവിട്ടത്. എന്നാൽ ഇതിലും ഗൗരവമായ കാര്യം, വായ്പ തിരിച്ചടയ്ക്കാത്തവരുടെ പട്ടികയിൽ 90% ഇതേ പാർട്ടിക്കാർ തന്നെയാണെന്നതാണ്. തിരിച്ചടവ് മുടങ്ങിയവരുടെ കൂട്ടത്തിൽ സാധാരണ പ്രവർത്തകർ മാത്രമല്ല ഉൾപ്പെട്ടിട്ടുള്ളത്. സംസ്ഥാന ഭാരവാഹികൾ, സെൽ കൺവീനർമാർ ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കൾ എന്നിവരെല്ലാം ഈ പട്ടികയിൽ ഉണ്ടെന്ന് എം.എസ്. കുമാർ ആരോപിക്കുന്നു. മറ്റ് പാർട്ടികളിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് വന്ന കേന്ദ്ര നേതാക്കളുമായി വരെ അടുപ്പം സ്ഥാപിച്ച നേതാക്കളും ഇതിൽ ഉൾപ്പെടുന്നു. ഈ വായ്പാ തട്ടിപ്പ് നടത്തിയ നേതാക്കളോടൊക്കെ സംസാരിച്ച് മടുത്തതിനെ തുടർന്ന് അവരുടെ എല്ലാം പേരുകളും അവർ അടയ്ക്കേണ്ട തുകയും ഫേസ്ബുക്കിലൂടെ പരസ്യമായി വെളിപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് എം.എസ്. കുമാർ. ഈ വെളിപ്പെടുത്തൽ തിരുവനന്തപുരം ബി.ജെ.പി. ഘടകത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചേക്കും. അനിലിന്റെ സഹകരണ സംഘത്തിനെതിരെ വ്യക്തിവിരോധം കൊണ്ട് ചിലർ പൊടിപ്പും തൊങ്ങലും വെച്ച് വാർത്തകൾ മാധ്യമങ്ങളിൽ നൽകിയതാണ് പ്രതിസന്ധിക്ക് തുടക്കമെന്ന് എം.എസ്. കുമാർ പറയുന്നു. മാധ്യമങ്ങൾ ഈ വാർത്തകൾ പ്രസിദ്ധീകരിച്ചതോടെ സംഘം തകർന്നു എന്ന പ്രചാരണം ഉണ്ടായി. സംഘം തകർന്നു എന്ന പ്രചാരണത്തെ തുടർന്ന് വായ്പ എടുത്തവർ കൂട്ടത്തോടെ തിരിച്ചടവ് നിർത്തി. ഇതോടെ നിക്ഷേപകർ തങ്ങളുടെ പണം പിൻവലിക്കാൻ കൂട്ടത്തോടെ സംഘത്തിലേക്ക് എത്തി. ഇതാണ് അനിലിന്റെ മേൽ അമിതമായ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയത്. ഈ അവസ്ഥയെ അതിജീവിക്കാൻ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർ പോലും സഹകരിക്കാതെ മാറി നിന്നതാണ് അനിലിനെ ആത്മഹത്യയിലേക്ക് നയിച്ച പ്രധാന ഘടകമെന്ന് എം.എസ്. കുമാർ പറയുന്നു. പാവം അനിലിനെ സ്വന്തം മക്കളെ വരെ മറന്നു ഈ കടുങ്കൈ ചെയ്യേണ്ടി വന്നത് ഈ സാഹചര്യത്താലാണ്. കാശ് കൊടുത്ത് സഹായിച്ചില്ലെങ്കിലും വായ്പ എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്തവരെ കൊണ്ട് അടപ്പിക്കാനെങ്കിലും കഴിയുമായിരുന്നു. ബി.ജെ.പി. അതും ചെയ്തില്ല എന്നതാണ് പ്രധാനം. ബി.ജെ.പി. നേതൃത്വത്തിന്റെ നിസ്സംഗതയെ എം.എസ്. കുമാർ രൂക്ഷമായി വിമർശിക്കുന്നു. മരിച്ചു കഴിഞ്ഞ് നെഞ്ചത്ത് റീത്ത് വെക്കുന്നതല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്ന എം.എസ്. കുമാറിന്റെ വാക്കുകൾ അനിലിന്റെ മൃതദേഹത്തിൽ ആദരം അർപ്പിക്കാനെത്തിയ നേതാക്കൾക്ക് നേരെയുള്ള ഒളിയമ്പാണ്. ജീവിച്ചിരിക്കുമ്പോൾ സഹായം ചെയ്യാത്തതിലുള്ള അമർഷം അദ്ദേഹം മറച്ചുവെച്ചില്ല. വർഷങ്ങളായി താൻ അറിയുന്ന അനിൽ സംയുക്ത രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന മിടുക്കനായ യുവാവും ജനപ്രതിനിധിയുമായിരുന്നെന്ന് എം.എസ്. കുമാർ സാക്ഷ്യപ്പെടുത്തുന്നു. രാഷ്ട്രീയത്തിൽ വലിയ ഉയരങ്ങളിൽ എത്തേണ്ട ആ ചെറുപ്പക്കാരന് പാതി വഴിയിൽ ശരീരം ഉപേക്ഷിക്കേണ്ടി വന്നത് സഹകരണ പ്രസ്ഥാനത്തിലെ ഈ പ്രശ്നം മൂലമാണ്. തിരുമല അനിൽ അനുഭവിക്കുന്ന സമാനമായ മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് താനും ഇപ്പോൾ കടന്നു പോകുന്നതെന്നും എം.എസ്. കുമാർ തുറന്ന് സമ്മതിക്കുന്നു. പൊതുപ്രവർത്തകന്റെ ഭാഗമായി സഹകരണ മേഖലയിൽ ഇടപെട്ടവർ നേരിടുന്ന പ്രതിസന്ധിയാണിത്. കരുവന്നൂർ, ഖണ്ഡല, BSNL തുടങ്ങിയ സംഘങ്ങളിലെ തട്ടിപ്പ് വാർത്തകൾ വന്നതോടെ കേരളത്തിലെ സഹകരണ മേഖല നേരിടുന്ന തകർച്ചയിലേക്കും എം.എസ്. കുമാർ വിരൽ ചൂണ്ടുന്നു. ഇത് ചെറിയ സംഘങ്ങളിൽ പുതിയ നിക്ഷേപം വരുന്നത് തടഞ്ഞു. ജീവിതത്തിൽ ഇന്നുവരെ ഒരു അഴിമതിയും നടത്തിയിട്ടില്ലാത്ത ഞാൻ ഇവരെയൊക്കെ സഹായിച്ചു പോയി എന്ന വലിയ തെറ്റിന് ഇന്ന് അനഭിമതനും വെറുക്കപ്പെട്ടവനുമായി മാറി. വായ്പ എടുത്തവർ തിരിച്ചടയ്ക്കാത്തതിന്റെ ഭാരം ഏറ്റെടുക്കേണ്ടി വന്നതിലെ വേദന എം.എസ്. കുമാർ പങ്കുവച്ചു. കഴിയുമെങ്കിൽ ആരെയും സഹായിക്കാതിരിക്കുക. ജീവിത സായാഹ്നത്തിൽ പുതിയ പാഠം പഠിച്ചിട്ട് എന്ത് കാര്യം എന്ന ചോദ്യത്തിലൂടെ താൻ നേരിട്ട ദുരനുഭവത്തിൽ നിന്നുള്ള പാഠം അദ്ദേഹം പങ്കുവെക്കുന്നു. നിക്ഷേപം വായ്പയെ കൈപ്പറ്റി മുങ്ങി നടക്കുന്നവർ മാന്യന്മാരും ജനനേതാക്കളുമാകുന്ന ആ കളി ഇനി വേണ്ട. ജനങ്ങൾ അറിയട്ടെ. വായ്പ തട്ടിപ്പുകാരായ നേതാക്കളെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്ന് കാട്ടേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം ഊന്നി പറഞ്ഞു. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തിരുവനന്തപുരം നഗരസഭയിലെങ്കിലും ഗാസ യുദ്ധം, PM ശ്രീ പോലുള്ള വിഷയങ്ങളെക്കാൾ കൂടുതൽ ചർച്ചയാകുക അനിലിന്റെ ആത്മഹത്യയും അതിന് പിന്നിലെ സാമ്പത്തിക ക്രമക്കേടുകളുമായിരിക്കണം. ഇവരെ മുൻനിർത്തി നഗരഭരണം പിടിക്കാൻ ഒരുങ്ങുന്ന നേതാക്കൾ തിരിച്ചറിയുക. ജനങ്ങൾ വിവേകമുള്ളവരും കാര്യങ്ങൾ തിരിച്ചറിയുന്നവരുമാണ്, അവർ വോട്ടർമാരുമാണ് എന്ന കടുത്ത മുന്നറിയിപ്പ് എം.എസ്. കുമാർ നൽകുന്നു. തനിക്ക് ബി.ജെ.പിക്കാരൻ ആകേണ്ടെന്നും അവരുടെ കെണിയിൽ പെടില്ലെന്നും രജനീകാന്ത് പ്രതികരിച്ച വാർത്തയും എം.എസ്. കുമാർ തന്റെ പോസ്റ്റിൽ പരാമർശിച്ചു. ഇത് ബി.ജെ.പിക്കെതിരെ ഉയരുന്ന പൊതുവികാരത്തിന്റെ സൂചനയായി കണക്കാക്കാം. രാഷ്ട്രീയ സംഘടനാപരമായ കടപ്പാടുകൾ വ്യക്തിഗത ധാർമ്മികതയ്ക്ക് മേലെ വെച്ചതാണ് അനിലിന്റെ മരണത്തിന് ഒരു കാരണമായതെന്ന വിമർശനം ബി.ജെ.പിക്കുള്ളിൽ തന്നെ ശക്തമായേക്കാം. വായ്പ തട്ടിപ്പ് നടത്തിയ നേതാക്കൾക്കെതിരെ പാർട്ടി എന്ത് നടപടി സ്വീകരിക്കുമെന്നത് നിർണായകമാണ്.